ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്ന് റഫറൻസിങ് ടൂൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ റഫറൻസിങ് ടൂൾസ് ആയിട്ട് നമുക്ക് 2-3 ഉണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ റഫറൻസിങ് ടൂൾസ് ആയിട്ട് നമുക്ക് 2-3 ഉണ്ട്. സൊട്ടേറോ എന്നൊരു ഒരെണ്ണമുണ്ട്. ZOTERO. സൊട്ടേറോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഡൗൺലോഡ് സൊട്ടേറോ. അപ്പൊ നിങ്ങൾ ഈ ഒരു സൊട്ടേറോ എന്ന് കൊടുക്കുക. അപ്പൊ സൊട്ടേറോ ഡൗൺലോഡ് എന്നതിനുണ്ട്. അപ്പൊ സൊട്ടേറോ 7 ഫോർ വിൻഡോസ്, സേവ് ഫ്രോം ഇൻസ്റ്റാൾ ക്രോം കണക്ടർ, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് സൊട്ടേറോ ഫോർ വിൻഡോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഇത് ഡൗൺലോഡ് ആവും. 85 MB ഉണ്ട്. ഡൗൺലോഡ് ആയി. നമ്മളോട് നോക്കി അറിയാൻ പറ്റും ഈ ഒരു സൊട്ടേറോ എന്നൊരു ആപ്ലിക്കേഷൻ. നമ്മൾ ആ ഫോൾഡറിലേക്ക് ചെല്ലുക. അതിനുശേഷം നമുക്ക് അതിനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ സൊട്ടേറോ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കോളും. യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് കസ്റ്റം, നമുക്ക് സ്റ്റാൻഡേർഡ് മതി. നെക്സ്റ്റ് ഇൻസ്റ്റാള് കൊടുക്കുക. നമുക്ക് ഈ സൊട്ടേറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഫറൻസിങ് ടൂൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ലോഞ്ച് സൊട്ടേറോ നൗ കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ സൊട്ടേറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഫറൻസിങ് ടൂൾ എന്ന് പറയുന്നത്. ഇതാണ്. ഓക്കെ അല്ലേ? ഒരു ഇൻസ്റ്റലേഷൻ പഠിച്ചോ? ഓക്കെ അല്ലേ? ഇതിന്റെ അകത്ത് നമ്മൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ പബ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പുതിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മൈ ലൈബ്രറി എടുത്തു. ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും പുതിയ ന്യൂ ഐറ്റം. ന്യൂ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ബുക്ക്, അല്ലെങ്കിൽ ഒരു ബുക്ക് സെക്ഷൻ, ഡോക്യുമെന്റ്, ജേണൽ ആർട്ടിക്കിൾ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 3 ഓപ്ഷൻസ് മനസ്സിലായ? ഒന്നാമത്തെ എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനുവൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒരു ബുക്കിൽ നിന്നാണ് ഞാനിപ്പോ ഒരു ആർട്ടിക്കിൾ എഴുതിയെന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ബുക്ക് നോക്കിയാണ് ഈ ആർട്ടിക്കിൾ എഴുതിയെന്നുണ്ടെങ്കിൽ ആ ബുക്ക് ഞാൻ റെഫർ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ ബുക്കിന്റെ ടൈറ്റില്, അതിന്റെ ഓതർ എന്താണ്, അതിന്റെ സീരീസ് നമ്പർ എന്താണ്, അതിന്റെ വോളിയം നമ്പർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഒരു ജേണൽ ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ ജേണൽ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ എന്താണ്, ഓതർ എന്താണ്, ഏത് ജേണലിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത്, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ മാനുവലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോർമലി നമ്മള് മിക്കവാറും ഒക്കെ നോക്കുമ്പോഴത്തേക്കൊണ്ട് എല്ലാ ജേണൽ ആർട്ടിക്കിൾസും എന്തുണ്ട്? ഒരു ഒബ്ജക്റ്റ് ഐഡന്റിഫയർ കാണും. എന്തോ കാണും? ഒബ്ജക്റ്റ് ഐഡന്റിഫയർ കാണും. അതെങ്ങനെ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ശ്രദ്ധിച്ചോണേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്താണ് റിസർച്ച് ആർട്ടിക്കിൾസ് നമ്മൾ എവിടുന്നാ ഡൗൺലോഡ് ചെയ്യുന്നത്? ഗ്രീൻ എക്കണോമിക്സിന്റെ നമ്മൾ എവിടുന്നാ ഡൗൺലോഡ് ചെയ്തേ? ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ നമ്മൾ കൊടുത്തു. ഒന്നുകിൽ നമ്മൾ ഗൂഗിൾ സ്കോളർ കയറി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഗൂഗിൾ സ്കോളർ കയറിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ സ്കോളർ ഞാൻ കൊടുത്തു. അപ്പൊ ഗൂഗിൾ സ്കോളറില് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഞാനിപ്പോ ഗ്രീൻ എക്കണോമിക്സ് എന്ന് കൊടുത്തു. ഗ്രീൻ എക്കണോമിക്സ് കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പൊ ഈ ഒരു സംഭവം. ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തേ ആണോ? ഇതെന്താണ്? ഇതൊരു ബുക്കല്ലേ? ആണോ? ഇതൊരു ബുക്കല്ലേ ഇത്? ശരിയല്ലേ ഞാൻ പറയുന്നേ? അപ്പൊ ഞാനിത് എടുത്തു. ഞാൻ എടുത്തു. ഈ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കൊണ്ട് ഇവിടെ നിങ്ങളൊരു സാധനം കണ്ടോ? DOI എന്നൊരു സാധനം കണ്ടോ? DOI കണ്ടോ?
അതാണ് ഡിജിറ്റൽ ഒബ്ജക്റ്റ് ഐഡന്റിഫയർ. എല്ലാ ആർട്ടിക്കിൾസിനും ബുക്സിനും നിങ്ങൾ റെഫർ ചെയ്യുന്ന എല്ലാ സാധനത്തിനും എന്തോ ഉണ്ട്, ഒരു DOI നമ്പർ കാണും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ സാധനം എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ആ സാധനം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ഞാൻ കോപ്പി ചെയ്തു. നിങ്ങൾ ഇതിന്റെ ഹെഡിങ് നോക്കിക്കോണം. അതായത് എന്താണ്, ഗ്രീൻ എക്കണോമിക്സ് പറഞ്ഞൊരു ബുക്കാണ്, ആണല്ലോ, ആണോ? അപ്പൊ ഞാൻ സൊട്ടേറോ എന്നുള്ള ആപ്ലിക്കേഷൻ ഞാൻ എടുത്തു. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇതെന്തായിരുന്നു, ആഡ് ഐറ്റംസ് ബൈ ഐഡന്റിഫൈ അല്ലേ? നിങ്ങൾ ആദ്യം ഇപ്പൊ മടിച്ചതിന്റെ കാര്യം എന്താണ്, ഇതിന്റെ അകത്ത് ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ അടിച്ചു കൊടുക്കണമെന്നുള്ള ഇതല്ലല്ലേ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ആഡ് ഐഡന്റിഫയേഴ്സിന്റെ അകത്ത് ജസ്റ്റ് നിങ്ങൾ ഈ DOI നമ്പർ ജസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മാത്രം മതി. നോക്കിക്കേ, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബുക്കിന്റെ ടൈറ്റില്, അതിന്റെ ഓതേഴ്സ്, അതിന്റെ എഡിഷൻ, അതിന്റെ URL ഓട്ടോമാറ്റിക്കലി ഈ സാധനം പറഞ്ഞ മനസ്സിലായോ? അതായത് നിങ്ങളൊരു അക്കാഡമിക് റൈറ്റിംഗിൽ നിങ്ങളൊരു പ്രോജക്ട് റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം നിങ്ങൾ അതിനെ റെഫർ ചെയ്യണം, മനസ്സിലാവണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സൊട്ടേറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളെല്ലാം അതിന്റെ DOI നമ്പേഴ്സ് എല്ലാം കൊടുത്ത് എവിടെ സേവ് ചെയ്യണം, സൊട്ടേറോയുടെ ഉള്ളിൽ സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വേർഡ് ഡോക്യുമെന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞേ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഗ്രീൻ എക്കണോമിക്സിനെ കുറിച്ച് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതുമെന്ന് വിചാരിച്ചു. അപ്പൊ ആ ആർട്ടിക്കിൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ബുക്ക് റെഫർ ചെയ്യണ്ടേ? മനസ്സിലായി പറഞ്ഞേ? അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ഒരു സൊട്ടേറോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനുള്ളിൽ ഇത് സേവ് ചെയ്യണം. വേറെ ഒരു ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ഒരു റിസർച്ച് ആർട്ടിക്കിൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചില്ലായിരുന്നോ? സേവ് ചെയ്ത് വെച്ചില്ലേ? അപ്പൊ ഞാൻ ആഡ് ഫയൽ എടുത്തു. എവിടെയായിരുന്നു ഈ റിസർച്ച് ആർട്ടിക്കിൾ? നമ്മൾ എവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്? ഡെസ്ക്ടോപ്പിന്റെ അകത്ത് അല്ലേ? ഗ്രീൻ എക്കണോമിക്സ് റിസർച്ച് ആർട്ടിക്കിൾ ആണോ? ഓപ്പൺ കൊടുത്തു. നോക്കിക്കേ, ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ അത് ഏത് ആർട്ടിക്കിൾ ആണ്, അതിന്റെ ടൈറ്റിൽ എന്താണ്, ഓതർ എന്താണ്, ഡീറ്റെയിൽസ് കയറി വന്നുണ്ടോ? ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊട്ടേറോയുടെ ഉള്ളില് ഈ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ ഇപ്പൊ ഒരു ടാസ്ക് തരുക, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ടോപ്പിക് ഉണ്ട്, അതാണ് ക്വിക്ക് കോമേഴ്സ് ആണോ? ക്വിക്ക് കോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സബ്ജക്റ്റില് ഒരു ബുക്ക്, അതിന്റെ DOI നമ്പർ, ഓക്കെ, ഒരു ജേണൽ ആർട്ടിക്കിൾ, അതിന്റെ DOI നമ്പർ, ഓക്കെ, ഒരു വെബ്സൈറ്റ്, അതിന്റെ വെബ്സൈറ്റ് ID, ഇത്രയും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാവോ? കോപ്പി പേസ്റ്റ് ചെയ്ത് സൊട്ടേറയ്ക്കുള്ളിൽ കൊടുക്കാവോ? ക്വിക്ക് കോമേഴ്സ് എന്നുള്ള ഇത് ചെയ്തേ.